അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്കും പിന്നെ യൂട്യൂബ് ചാനലുകളിലേക്കും ഫേസ്ബുക്കിലേക്കും ടിക്ടോക്കിലേക്കെല്ലാം ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നത് നമ്മൾ നല്ല നല്ല വീഡിയോ ഇടണം മനസ്സിലാകുന്ന രൂപത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ചെറിയ ചെറിയ വീഡിയോ ഇടുന്നത്. എല്ലാ വീഡിയോ ഞാനിടും, അതിൻ്റെ കറക്റ്റ് പൊസിഷനും എത്ര ഗ്രാം എല്ലാം ഞാൻ ഇടും. ഇപ്പോൾ കുബൂസിൻ്റെ വീഡിയോ ഇട്ട് ഒരുപാട് ആൾക്കാർ കണ്ട്, ഫേസ്ബുക്കിൽ നിന്ന് ഒരു 100K കണ്ടു, 100K കൂടുതൽ കണ്ടു, യൂട്യൂബിൽ നിന്നും കണ്ടു കുറേ ആൾക്കാർ. അത് ഇത്തിരി തന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ഇനി ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. അമ്മൂസ് നമ്മൾ ആദ്യം 1 കിലോ കടലെടുത്തിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ 1 ടേബിൾ സ്പൂൺ എന്തിടണോ ബേക്കിംഗ് സോഡ ഇടണം. ഇനി രാത്രി കുതിർത്തി വെക്കുക. രാത്രി കുതിർത്തി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ രാവിലെ നന്നായിട്ട് കഴുകിയിട്ട് വേവിക്കണം. കുക്കറിലല്ല, സാധാരണ ചെമ്പിൽ വേവിക്കുന്ന സമയത്ത് അതിൻ്റെ നോര പൊന്തി വന്നിട്ട് പുറത്തേക്ക് പോകണമെന്നാണ് അതിൻ്റെ കണക്ക്. പക്ഷെ അതെല്ലാം പിന്നെ നമ്മളിതെല്ലാം വൃത്തിയിടാവും ഇതെന്ന്. അപ്പോൾ അത് കോരിക്കഴിഞ്ഞാൽ മതി. കോരിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് വേവിച്ച് തണുപ്പിച്ചിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഇറച്ചി അരക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക്കിൻ്റെ ബാഗിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ നല്ലോണം പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തെടുത്ത് വെക്കുക. എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് ബാക്കിയുള്ള കാര്യങ്ങളും ചേർത്തിട്ട് ഞാൻ അത് എൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഹലോ, ആ യെസ്, oh children, okay, margug she need white rice, no need white rice, only margug. Okay, welcome. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇത് ഞാൻ ഇറച്ചി ഇറക്കുന്ന മെഷീനാണ് അരച്ചെടുത്തത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ അമ്മൂസ് ഇറക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് അരച്ചെടുത്താലും മതി. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക, പാക്ക് ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബാഗിൽ പാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യത്തിനടുത്ത് പുറത്ത് വെക്കുക. ഐസ് പോകുന്നതിന് എന്ത് ചെയ്യുക, നമുക്ക് അതിൻ്റെ അതിലുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് തേനീയൊക്കെ ചേർത്ത് തേനീയും മറ്റുള്ളവരും ചേർത്തിട്ട് എന്ത് ചെയ്യുക, നല്ലോണം അരച്ചിട്ട് ഉപയോഗിക്കാം. അന്ന് നേരെ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഇതാ അടുത്ത് തന്നെ വരുന്നുണ്ട്. അമ്മൂസ് എത്ര ഗ്രാമാണ് 1 കിലോന് തെഹീനി വേണ്ടത്, എത്ര ലൈമൂൺ വേണം, എത്ര ഉപ്പ് വേണം, അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ചേർക്കേണ്ടതെന്നുള്ള വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ എന്തായിക്കോ, മണിക്ക് കുത്തിക്കോ, പറപ്പിച്ചോ. അപ്പോൾ ഞാൻ A to A മുതൽ Z വരെ ഉള്ള വീഡിയോ ആണ് ഞാൻ ഇടുക. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. ടിക്ടോക്കിൽ നല്ല സപ്പോർട്ടാണ്, ഫേസ്ബുക്കിൽ നല്ല സപ്പോർട്ടാണ്. 20,000 3 മാസം കൊണ്ട് ഫോളോവർ. അതേപോലെ 1200 അടുത്ത് യൂട്യൂബിലുമായി. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാകും. എൻ്റെ നമ്പറും ഉണ്ട്. ആ നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അതിനകത്തുണ്ട്. എനിമാണെങ്കിൽ ഒന്നും പറയുക, +65 89 36 7553 എൻ്റെ നമ്പർ. വാട്സപ്പിൽ എന്നെ ബന്ധപ്പെടാൻ ഞാൻ പറഞ്ഞുതരും എന്ത് സംശയം ഉണ്ടെങ്കിലും. അപ്പം ഞാൻ 35 വർഷമായിട്ട് ഷെഫാണ്. 14 രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പം സിംഗപ്പൂർ കോഡാണ് പറഞ്ഞത്, +65. എല്ലാവർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ +65 ആണ്. എപ്പോൾ എന്നെ കിട്ടും, ഏത് സമയത്തും. ഉറങ്ങുന്ന സമയത്ത് മാത്രം കിട്ടൂല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടൈമുകൾ നോക്കണം. ഓക്കെ, ഞായറാഴ്ച ഞാൻ ബിസിയാണ്, ഞായറാഴ്ച തന്നെ കിട്ടൂല. കാരണം വെച്ചാൽ ഞായറാഴ്ച ഫുൾ പാർട്ടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവരുടെയും പാഞ്ഞുകാരട്ടാ, ടിക്ടോക്കിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം. എന്നാൽ പക്കട്ടെ.